നമസ്കാരം. വധഭീഷണിയെ തുടർന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഭൂഗർഭ ബങ്കറിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഉക്രൈനുമായുള്ള യുദ്ധം ശക്തമാകുന്ന സാഹചര്യത്തിൽ സൈനിക അട്ടിമറിയും ഡ്രോൺ ആക്രമണങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് പുടിന്റെ ഈ നീക്കമെന്നാണ് അഭ്യൂഹങ്ങൾ. നിലവിൽ മോസ്കോയിലെ ഔദ്യോഗിക ഭരണകാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന അദ്ദേഹം രഹസ്യ ബങ്കറിലിരുന്നാണ് യുദ്ധപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. 2025 ജൂണിൽ ഉക്രൈൻ നടത്തിയ ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന ഡ്രോൺ ആക്രമണം റഷ്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ ക്രെംലിന് സുരക്ഷാ ആശങ്ക വർദ്ധിപ്പിച്ചിരുന്നു. റഷ്യൻ വ്യോമസേനയ്ക്ക് വൻ നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടായിരുന്നു ഉക്രൈൻ നടത്തിയ ഓപ്പറേഷൻ സ്പൈഡർ വെബ്. ഇതിന്റെ പ്രധാന ലക്ഷ്യമെന്നത് റഷ്യയുടെ ഉള്ളിലെ ദൂരെയുള്ള വ്യോമതാവളങ്ങൾ നിർത്തിയിട്ടിരിക്കുന്ന കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന യുദ്ധവിമാനങ്ങൾ നശിപ്പിക്കുക. അതായത് ഏകദേശം 18 മാസത്തോളം അതീവ രഹസ്യമായാണ് ഈ ഓപ്പറേഷൻ അവർ ആസൂത്രണം ചെയ്തത്. ഉക്രൈനിയൻ ഏജന്റുമാർ സ്ഫോടക വസ്തുക്കളും ഹ്രസ്വദൂര ഡ്രോണുകളും അടങ്ങിയ കണ്ടെയ്നറുകൾ ട്രക്കുകളിൽ ഒളിപ്പിച്ച് റഷ്യയുടെ ഉള്ളിലേക്ക് കടത്തി. ഇവ പിന്നീട് റിമോട്ട് കൺട്രോൾ വഴി വിക്ഷേപിക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിലൂടെ ഏകദേശം $7 ബില്യൺ, അതായത് $5.2 ബില്യൺ വിലമതിക്കുന്ന നാശനഷ്ടങ്ങൾ റഷ്യയ്ക്ക് ഉണ്ടായതായാണ് ഉക്രൈൻ അവകാശപ്പെടുന്നത്. ആകെ 41 വിമാനങ്ങൾ കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ A-15 നിരീക്ഷണ വിമാനങ്ങൾ, Tu-160, Tu-22, Tu-95 തുടങ്ങിയ തന്ത്രപ്രധാനമായ ബോംബർ വിമാനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. കണ്ടെയ്നറുകൾക്കുള്ളിൽ മേൽക്കൂര പാനലുകൾ ഉയർത്താൻ കഴിയുന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഡ്രോണുകൾ വിക്ഷേപിച്ചത്. ഉക്രൈനിയൻ പ്രദേശത്ത് ഇരുന്നു കൊണ്ട് തന്നെ FPV സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ ഡ്രോണുകൾ പ്രവർത്തിപ്പിച്ചത്. 3 വ്യത്യസ്ത ടൈം സോണുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ ആക്രമണം ഏകോപിപ്പിച്ചത്. ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഈ നീക്കത്തെ അതിശയകരം എന്നാണ് വിശേഷിപ്പിച്ചത്. റഷ്യയുടെ തന്ത്രപ്രധാനമായ മിസൈൽ വാഹിനി കപ്പലുകളിൽ 34% ഈ ആക്രമണം ബാധിച്ചതായും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ഇതേ തുടർന്ന് പുടിൻ ഇപ്പോൾ തന്റെ സ്ഥിരം വസതികൾ താമസിക്കാറില്ല എന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യം സാധാരണ നിലയിലാണ് എന്നും ലോകത്തെയും ജനങ്ങളെയും ബോധിപ്പിക്കാനായി പുടിന്റെ നേരത്തെ റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങളാണ് ഔദ്യോഗിക മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. പ്രസിഡന്റുമായി അടുത്ത് പ്രവർത്തിക്കുന്ന പാചകക്കാർ, ബോഡി ഗാർഡുകൾ, ഫോട്ടോഗ്രാഫർമാർ എന്നിവർക്ക് കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവർക്ക് മൊബൈൽ ഫോണുകളോ ഇന്റർനെറ്റുകളോ ഉപയോഗിക്കാൻ അനുവാദമില്ല. കൂടാതെ ഇവരുടെ വീടുകളിലെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും പൊതുഗതാഗതം ഉപയോഗിക്കുന്നതിന് വിലക്കുകയും ചെയ്തിട്ടുണ്ട്. മോസ്കോയിൽ അടുത്തിടെയുണ്ടായ ഇന്റർനെറ്റ് വിച്ഛേദിക്കൽ പോലും ഡ്രോൺ ആക്രമണങ്ങളെ തടയാനുള്ള സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായാണ് കരുതപ്പെടുന്നത്. എന്നാൽ രാജ്യത്തെ വിവിധ സുരക്ഷാ ഏജൻസികൾക്കിടയിൽ ഏകോപനമില്ലായ്മയെ ചൊല്ലി തർക്കങ്ങൾ നിലനിൽക്കുന്നതായും സൂചനയുണ്ട്. രാജ്യത്തെ ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങളും പൊതുവേദികളിലെത്താത്ത പ്രസിഡന്റ് ഒഴിഞ്ഞുമാറുന്നതും റഷ്യൻ ജനതകൾക്കിടയിൽ അസംതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. ജനങ്ങൾ പുടിനെ ഭയമാണ് എന്ന് തുറന്നു പറഞ്ഞ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വിക്ടോറിയ ബോനിയുടെ വീഡിയോ ദശലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. പുടിന്റെ പൊതുപരിപാടി കുറയുന്നതും അദ്ദേഹത്തിന്റെ ജനപ്രീതിയെ ബാധിക്കുന്നുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു.